Welcome back to a new video on the recent developments in the theory of demand, part 2, dynamic versions of demand function, distributed lag models. Dynamic versions of demand function. A recent development in demand studies is the expression of demand functions in its dynamic form. നമ്മുടെ ഒരു യൂഷ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ക്യു എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എക്സ് പി ആർ വൈ ടി. ഇപ്പോൾ ക്യു എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻ ദ കറണ്ട് പീരീഡ് ആണ്. ക്യു എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എക്സ്, പ്രൈസ് ഓഫ് ദ കമോഡിറ്റി എക്സ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ പീപ്പിൾ എക്സെട്ര. ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈനമിക് അല്ല. കാരണം ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഒരു സ്റ്റാറ്റിക് ഫോമിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നും ലാഗ്ഡ് വാല്യൂസ് നമ്മളിവിടെ കാണിക്കുന്നില്ല. ലാഗ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ പാസ്റ്റ് വാല്യൂസും കൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എങ്ങനെ ഡൈനമിക് ആക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതിയേക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ, അതായത് ഇപ്പോൾ പ്രൈസ് ഓഫ് കമോഡിറ്റി, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്, ഇൻകം ഓഫ് ദി പീപ്പിൾ, ഇതിൻ്റെയൊക്കെ ലാഗ്ഡ് വാല്യൂസും കൂടി നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് ഫംഗ്ഷനെ ഡൈനമിക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. Therefore, dynamic demand functions include lagged values of the quantity demanded and of income as separate variables influencing the demand in any particular period. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതാണ്, അതായത് ഏതെങ്കിലും ഒരു സമയത്തുള്ള ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, അത് ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നെ ഒരു ഫാക്ടറായിട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻകവും. അപ്പം ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെയും ഇൻകത്തിൻ്റെയും ലാഗ്ഡ് വാല്യൂസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് ഫംഗ്ഷനെ നമുക്ക് ഡൈനമൈസ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സച്ച് ഫംഗ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ lag values of demand, of income or any other variables are called distributed lag models. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ലാഗ്ഡ് വാല്യൂസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ പറഞ്ഞേക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻകം എന്നാണ് മേളിൽ പറഞ്ഞേക്കുന്നത്, ഇതുപോലെ ഏത് വേരിയബിൾസും ആകാം. അപ്പോൾ ഏത് വേരിയബിൾസിൻ്റെയും ലാഗ്ഡ് വാല്യൂസ് കാണിക്കുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ് എന്ന് പറയാം. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ കറണ്ട് പർച്ചേസിങ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പാസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടെ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് ഡൈനമിക്. ദ മോസ്റ്റ് കോമൺ അസംപ്ഷൻ ടു പോസ്റ്റുലേറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ് ഇസ് ദാറ്റ് കറണ്ട് ബിഹേവിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ പാസ്റ്റ് ലെവൽസ് ഓഫ് ഇൻകം ആൻഡ് ഡിമാൻഡ്. ഇനി താഴെ കാണിച്ചേക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിൻ്റെ ഒരു ജനറൽ ഫോമാണ്. ക്യു എക്സ് ടി ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എക്സ് ടി കോമ പി എക്സ് ടി മൈനസ് വൺ, qxt minus 1, qxt minus 2, yt minus 1 എക്സെട്ര. ഇവിടെ പി എക്സ് ടി മൈനസ് വൺ കഴിഞ്ഞ് ടി മൈനസ് ടു, ടി മൈനസ് ത്രീ അങ്ങനെ പോവാം. അതുപോലെ ക്യു എക്സ് ടി മൈനസ് ടു, ക്യു എക്സ് ടി മൈനസ് ത്രീ, ഫോർ അങ്ങനെ പോവാം. ടി മൈനസ് വൺ, ടി മൈനസ് ടു, അങ്ങനെ പ്രീവിയസ് പീരീഡ്സിലുള്ളത് മുഴുവൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. qxt is the quantity demanded in the current period. pxt is the prices in the current period. pxt minus 1 prices in the t minus 1 period. qxt minus 1, qxt minus 2 quantity demanded in the previous periods. Then yt is the income in the current period. yt minus 1, yt minus 2 income in the previous periods. Another major assumption of the distributed lag model is that the more recent of past levels of income or demand have a greater influence on present consumption patterns than the more remote ones. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള കൺസംഷൻ പാറ്റേണിനെ കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇൻകം ലെവലല്ല, പക്ഷേ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ 2 വർഷങ്ങളിലെയോ ഒക്കെയുള്ള ഇൻകം ലെവലോ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ്, അതായത് ഡ്യൂറബിൾസിനെയും നോൺ ഡ്യൂറബിൾസിൻ്റെയും കറണ്ട് പർച്ചേസസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഇഫ് ദ കമോഡിറ്റി ഇസ് എ ഡ്യൂറബിൾ, പാസ്റ്റ് പർച്ചേസസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റോക്ക് ഓഫ് ദിസ് കമോഡിറ്റി വിച്ച് ക്ലിയർലി അഫക്ട്സ് ദ കറണ്ട് പർച്ചേസസ് ഓഫ് സച്ച് ഡ്യൂറബിൾസ്. ഡ്യൂറബിൾ കമോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് വിയർ ഔട്ട് ക്വിക്ക്ലി, പെട്ടെന്ന് ഡിപ്രിഷ്യേറ്റ് ചെയ്തു പോവാത്ത ഗുഡ്സിനെയാണ് നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പർച്ചേസസ് എന്താ കാണിക്കുന്നത്? സ്റ്റോക്ക് ഓഫ് ദ കമോഡിറ്റി വിച്ച് ക്ലിയർലി അഫക്ട്സ് ദ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ പർച്ചേസസ് ഓഫ് സച്ച് ഡ്യൂറബിൾസ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന് നമ്മൾ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഇഫ് ദ കമോഡിറ്റി ഈസ് നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെയർ ഔട്ടായി പോകുന്ന കമോഡിറ്റീസാണ്, നമ്മുടെ ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള കമോഡിറ്റീസാണ്. അതിൻ്റെ പാസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലക്റ്റ് എ ഹാബിറ്റ് വിച്ച് ഇസ് സെക്യൂർഡ് ബൈ ബൈയിങ് ആൻഡ് കൺസ്യൂമിങ് ദ കമോഡിറ്റി ഇൻ ദ പാസ്റ്റ് സോ ദാറ്റ് ദ ലെവൽ ഓഫ് പർച്ചേസസ് ഇൻ പ്രീവിയസ് പീരിയഡ്സ് ഇൻഫ്ലുവൻസസ് ദ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ പാറ്റേൺസ് ഓഫ് ഡിമാൻഡ്.
അപ്പോൾ ഇത് നമ്മൾ ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിന് പറയുക. നെർലോവ്സ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ. The general form of the principle is given as Qt is equal to A1 yt plus A2 Qt minus 1. ഇനി ഈ ഒരു മോഡൽ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. സോ വി സ്റ്റാർട്ട് വിത്ത് ദ ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ക്യൂ സ്റ്റാർ ടി. ക്യൂ സ്റ്റാർ ടി എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ആണ്. അതായത് നമ്മൾ എത്രയാണോ അക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ക്യൂ സ്റ്റാർ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And this desired level of durables Q star T is determined by the current level of income. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ലെവലാണ്, ദ കറണ്ട് ലെവൽ ഓഫ് ഇൻകം. സോ ഇറ്റ് ഈസ് ഷോൺ ആസ് Q star T is equal to B into YT. ഇവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസിൽ എത്തണമെങ്കിൽ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. നമുക്ക് ഒറ്റയടിക്ക്, അതായത് ഇപ്പോൾ ഉള്ളൊരു ഇൻകം ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ലെവലിൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അക്വിസിഷൻ എന്ന് പറയുന്നത്, ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസിൻ്റെ അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. നമ്മൾ ഓരോ പീരീഡിലും പതിയെയാണ് നമ്മൾ ക്യൂ സ്റ്റാർ ടീൻ്റെ അടുത്തേക്ക് എത്തുക. ഇൻ ഈച്ച് പീരീഡ് വി കം ക്ലോസർ ടു ക്യൂ സ്റ്റാർ ടി. അപ്പോൾ നമ്മൾ ഓരോ പീരീഡിലും വാങ്ങുന്ന ഈ ഡ്യൂറബിളിൻ്റെ ഒരു ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത് ക്യൂ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ചിട്ടാണ്. ക്യൂ ടി എന്ന് പറയുന്നത് ദ ഡ്യൂറബിൾ ദാറ്റ് വി പർച്ചേസ് ഇൻ ഈച്ച് പീരീഡ്. ഓരോ പീരീഡിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസിൻ്റെ ഒരു സർട്ടൺ ക്വാണ്ടിറ്റിയാണ് ക്യൂ ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ആദ്യം ഈ മോഡൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എഴുതി ക്യൂ സ്റ്റാർ ടി എന്ന് പറയുന്നത്, അതായത് ഡിസൈഡ് ഡ്യൂറബിൾ ഇസ് എ ഫംഗ്ഷൻ ഓഫ് കറണ്ട് ലെവൽ ഓഫ് ഇൻകം. ക്യൂ സ്റ്റാർ ടി ഇസ് ഈക്വൽ ടു ബി ഇൻ ടു വൈ ടി എന്ന് എഴുതിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ എക്സ്പ്രഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ക്യൂ ടി ഇസ് ഈക്വൽ ടു കെ ബി ഇൻ ടു വൈ ടി പ്ലസ് 1 മൈനസ് കെ ഇൻ ടു ക്യൂ ടി മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കെ ബി ഇസ് ഈക്വൽ ടു A1 എന്നും 1 മൈനസ് കെ ഇസ് ഈക്വൽ ടു A2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ വി ഒബ്റ്റെയിൻ ദ ഫൈനൽ ഫോം ഓഫ് ദ സ്റ്റോക്ക് adjustment model. Qt is equal to A1 yt plus A2 yt minus 1.